നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്ന് ബുധനാഴ്ച ദിവസം. ഇന്ന് എക്സ്പയറികൾ ഒന്നും തന്നെ ഇല്ല. എന്നാൽ നാളെ മന്ത്ലി എക്സ്പയറിയാണ് ഉള്ളത്. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി നാളെ ഉണ്ടാകും. സ്വാഭാവികമായും വോളറ്റിലിറ്റി മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു എക്സ്പയറി മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂടിയും ഇന്ത്യൻ മാർക്കറ്റ് ഹൈലി വോളറ്റിലാണ്. ഇന്നലെ ഒരു സിംഗിൾ ഡേ കൊണ്ട് ഇന്ത്യ വിക്സ് 7% സ്പൈക്ക് ഉണ്ടായി. അത് 15 അടുത്ത് നിൽക്കുകയാണ്. എന്നാൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പശ്ചിമേഷ്യയിൽ ഉള്ള സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ US വിക്സ് ഇന്നലെ ഉയർന്നിട്ടുമില്ല, US മാർക്കറ്റ് ഇന്നലെ ഫോൾ ആയിട്ടുമില്ല എന്നുള്ളത് വളരെ വിരോധാഭാസമായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഗോൾഡ് $2061 പെർ ഔൺസ് എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. കൂടാതെ തന്നെ ബിറ്റ് കോയിനിൽ ഏകദേശം ഒരു 1000 പോയിന്റിൽ കൂടുതൽ ഇടിവ് ബിറ്റ് കോയിനിൽ ഇപ്പോൾ കാണുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷ സാധ്യതകൾ സാധൂകരിക്കുന്ന രീതിയിൽ മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ. അല്ലാതെ US മാർക്കറ്റിൽ യാതൊരു റിയാക്ഷൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിലും അങ്ങനെ ആ ഒരു സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നത് ആ ഒരു ബിയറിഷ്നെസ് ഇല്ല. ജപ്പാൻ മാർക്കറ്റ് എല്ലാം തന്നെ ഓൾറെഡി 400 പോയിൻറ്റിൻ്റെ ഒരു അപ്പ് സൈഡിലാണുള്ളത്. നിഫ്റ്റിയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. വിശദമായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 64% ലോങ്, 36% ഷോർട്ട് പൊസിഷൻ. അപ്പോൾ ലോങ് പൊസിഷൻ 65-ൽ നിന്ന് സ്ലൈറ്റ്ലി ഒന്ന് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2065 എത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ചൈന റെഡാണ്, കോസ്പി കൊറിയ റെഡാണ്. എന്നാൽ ഓസ്ട്രേലിയ 46 പോയിൻറ്റിൻ്റെ ഒരു പോസിറ്റീവ്. ജപ്പാൻ മാർക്കറ്റ് 384 പോയിൻറ്റിൻ്റെ പോസിറ്റീവ്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ ഉണ്ടായിരുന്നില്ല. ബിറ്റ് കോയിൻ കാണാം 1000 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ്. ഇന്ത്യ വിക്സ് കാണാം 14.67% അപ്പ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. എന്നാൽ ഡോ ജോൺസും നാസ്ഡാക്കും ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്തു. അത് മാത്രമല്ല US വിക്സ് ഇന്നലെ 11.91 നിലയിലാണ് നിൽപ്പ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 1.65% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഒരു $1.65 ബില്യൺ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇൻഫോസിസ് ചെയ്യാനായിട്ടുള്ള കാരണം. വിപ്രോയിൽ എന്നാൽ ഇടിവില്ല, 1.5% റാലിയാണുള്ളൂ. ICICI ബാങ്ക് ഗ്രീനാണ്. HDFC ബാങ്കും ഡോക്ടർ റെഡ്ഡിയും ഫ്ലാറ്റാണ്. ടാറ്റ മോട്ടോഴ്സും റിലയൻസും ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. US മാർക്കറ്റിലെ മേജറായിട്ടുള്ള ടെക്നോളജി കമ്പനീസിൽ ഇൻഡിൽ 5.5% റാലി രേഖപ്പെടുത്തി. ടെസ്ലയും ഒരു 2% റാലി രേഖപ്പെടുത്തി. ആമസോണും ആപ്പിളും മാത്രം ഫ്ലാറ്റായ രീതിയിൽ ക്ലോസ് ചെയ്തു. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നിഫ്റ്റിയുടെ സ്പോട്ട് 21,450, മേജർ സപ്പോർട്ട് ഏരിയ 21,300, കൂടാതെ തന്നെ 21,000. റെസിസ്റ്റൻസ് ഏരിയ 21,500 തന്നെ മേജർ റെസിസ്റ്റൻസ് ആണ്. കൂടാതെ തന്നെ 21,600, 800, 900 ഈ റേഞ്ചാണ് നിഫ്റ്റിനെ സംബന്ധിച്ച് മേജർ റെസിസ്റ്റൻസ് സോണുകളുള്ളത്. PCR 1, പുട്ട് കോൾ റേഷ്യോ 1 ആണ്. ഓൾമോസ്റ്റ് 2 ഈക്വലൻ്റ് ആയിട്ടുള്ള രീതിയിൽ കോളും പുട്ടും ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കാം. പുട്ട് കോൾ റേഷ്യോയും 1 ആണ്. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് 47,700, മേജർ സപ്പോർട്ട് വരുന്നത് 47,500, 46,900, 46,500 മേജർ സപ്പോർട്ടാണ്. റെസിസ്റ്റൻസ് 48,000, 48,500 റേഞ്ചുകൾ. കൂടാതെ തന്നെ 48,800 റേഞ്ചുകൾ, 49,000 റേഞ്ചുകൾ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് റെഡ് കളർ കാണുന്നത് കോള് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അതൊരു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സെൻസിബിളിലുള്ള ഡേറ്റയാണ്. സെൻസിബിൾ സെറോദക്കാർക്ക് ഫ്രീ ആണ്. സെറോദ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്സ്റ്റോക്ക് അക്കൗണ്ടും ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഉപയോഗപ്പെടുത്താം.
ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ബാനായിട്ടുള്ളത് ബൽറാമൻ ചിനി, ഡെൽറ്റ കോർപ്പ്, ഇൻഡികോപ്പർ, നാഷണൽ അലൂമിനിയം, RBL ബാങ്കാണ്. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ബാൻ അതിനർത്ഥം പുതിയ പൊസിഷൻസ് എല്ലാം തന്നെ ആഡ് ചെയ്യാൻ സാധിക്കില്ല, നിലവിലുള്ളത് എക്സിറ്റ് ചെയ്യാം. FISൻ്റെ ക്യാഷ് മാർക്കറ്റിൽ അവർ 95 കോടി രൂപ സെല്ല് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ 5 ദിവസം അവർ സെല്ല് ചെയ്തിരുന്നു. ഈ ആഴ്ചയിൽ ആദ്യത്തെ ദിവസവും അവർ സെല്ലിങ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. DIS 167 കോടി രൂപയ്ക്ക് ബൈ നടത്തി. DIS കഴിഞ്ഞ ആഴ്ച ഫുള്ള് ബൈ നടത്തി. അവരുടെ ബൈയിങ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. അദാനി പോർട്ട് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ബോർഡ് മീറ്റിംഗ് ജനുവരി 3-ാം തീയതി ഉണ്ടാകും. വിഷ്ണു പ്രകാശ് കമ്പനിക്ക് ഒരു പുതിയ ഓർഡർ കിട്ടി. 900 കോടി രൂപയുടെ ഓർഡർ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. കെൻസായി നൊറാല കമ്പനി പെയിൻറ്റ് കമ്പനിയാണ്. റൺവാൾ ഡെവലപ്പേഴ്സായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സീമക്ക് കമ്പനി HAL ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. LIC ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അവരുടെ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. പവർ ഗ്രിഡിന് 19 കോടി രൂപയ്ക്ക് വട്ടർമാൻ ട്രാൻസ്മിഷൻ അക്യൂർ ചെയ്തു. SCBN 100 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയൊരു വാട്ടർ പ്രൊജക്റ്റ് അവർ 550 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർ തുടങ്ങുന്നുണ്ട്. അവർക്കൊരു ഓർഡർ കിട്ടി. ക്രെഡോ ബ്രാൻഡ് മാർക്കറ്റിംഗ്, മഫ്തി എന്നൊക്കെ പറയുന്ന ഒരു മെൻസ് വെയർ, ഇപ്പോൾ PVRലൊക്കെ കാണാൻ അവരുടെ ആഡ്. അപ്പോൾ അവരുടെ ഇന്ന് ലിസ്റ്റ് ചെയ്യും, മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത് 280 ആയിരുന്നു. അതുപോലെ തന്നെ RBS ജ്വല്ലേഴ്സ് അഹമ്മദാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി കമ്പനിയാണ്. ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. ഇഷ്യൂ പ്രൈസ് 100 രൂപയാണ് ഉണ്ടായിരുന്നത്. ഹാപ്പി ഫോർജിൻ കമ്പനി ഇവരും ഒരു മിഷനറി കമ്പോണൻറ്റ് കമ്പനിയാണ്. ഇന്ന് BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്യും. 850 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ IPO മാർക്കറ്റ് ആണ്. ഇന്നലെ 3 കമ്പനി ഉണ്ടായിരുന്നു ലിസ്റ്റിങ്. കഴിഞ്ഞ ആഴ്ചകളിൽ എല്ലാ ദിവസവും ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ IPOയിലൂടെ ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ട് മാർക്കറ്റിലേക്ക് വരികയാണ്. ഇതും നിഫ്റ്റി മുകളിലേക്ക് പോകുന്നതിനൊരു കാരണമാണ്. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി ഇവർക്കൊരു ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് 284 കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് കിട്ടി. ഹിന്ദുസ്ഥാൻ അഡ്ഹസീവ് കമ്പനി ഇവർ ബഗല ടെക്നോ പാർക്കിൽ ഏകദേശം ഒരു 15 ലക്ഷം ഷെയറുകൾ ബൈ ചെയ്തു എന്നുള്ള ന്യൂസാണ്. മറ്റുള്ള ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് നമ്മുടെ ടെലിഗ്രാമിലുണ്ടാവും. സെർച്ച് ചെയ്യേണ്ട. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റിൽ എത്താം. താങ്ക് യു. ബൈ ഓൾ.